കടുത്തുരുത്തി പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലും വെള്ളത്തിനടിയിലായി. റോഡുകളിൽ വെള്ളം കയറി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വള്ളത്തെ ആശ്രയിച്ചാണ് പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പല മേഖലകളും ഒറ്റപ്പെട്ട നിലയിലാണ്. കാരണം വെള്ളം പെട്ടെന്ന് ഇവിടെ പെയ്ത്തുവെള്ളം വന്നേക്കാൾ കൂടുതൽ ഉരുളുപൊട്ടിയ വെള്ളവും പാലായും പുറലങ്ങാടൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് അവിടെ വെള്ളം ഇങ്ങോട്ടുള്ള വരവ് ഇടുങ്ങിയ തോട് അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നീക്കം ചെയ്യാത്തതുകൊണ്ടും പുല്ല് ഒക്കെ പുല്ല് കട്ടിയിൽ ഇങ്ങനെ പിടിച്ച് രണ്ട് സൈഡിലും തോട് അടഞ്ഞു പോകുന്നതാണ് പ്രധാന വിഷയം. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പ്രദേശത്ത് തോടുകളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണുണ്ടല്ലോ, മണ്ണെല്ലാം കൂടി അടിച്ചു പോയിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സൗകര്യമില്ല. അതാണ് ഈ പ്രദേശങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. അതുകൊണ്ട് കണ്ടമാനം അമിതമായിട്ട് വെള്ളത്തിൽ 3 സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് റോയ്സ് ജോർജ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ 3 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഒന്ന് കടുത്തുരുത്തി VHSലും, ഒരെണ്ണം ആയാങ്കുടി LP സ്കൂളിലും, മറ്റൊരെണ്ണം എഴുമാന്തുരുത്ത് UP സ്കൂളിലുമാണ് തുറന്നിട്ടുള്ളത്. ഇപ്പോൾ എഴുമാന്തുരത്തിലേക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ വള്ളത്തെ കയറ്റി കൊണ്ടുപോകുന്നത്. നമുക്ക് വാഹന സൗകര്യം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടു. അതുകൊണ്ട് വള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് തന്നെ. ആളുകൾക്ക് പോയി വരുന്നതിനും അതുപോലെ തന്നെ ഈ സാധനങ്ങൾ എത്തിക്കുന്നതിനും വള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ നടപടികളും എല്ലാ വകുപ്പുകളുടെയും ഒരു സംയുക്ത യോഗം ഇന്നലെ പഞ്ചായത്ത് ഹാളിൽ ചേർന്നിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളെയും നേരിടാൻ നമ്മൾ തയ്യാറാണ്. 3 സ്ഥലത്ത് ക്യാമ്പുകളുണ്ട്. കടുത്തുരുത്തിയിൽ 18 ആളുകൾ അവിടെ ക്യാമ്പിലുണ്ട്. അത് 9 ഫാമിലികളിൽ നിന്നുള്ളവരാണ്. ആയാങ്കുടി LP സ്കൂളിൽ ഇപ്പം 40-ലധികം ആളുകളായി കഴിഞ്ഞു. അത് 15ഓളം ഫാമിലികൾ അതിനകത്തുണ്ട്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എഴുമാന്തുരത്തിലെ പുതിയ ക്യാമ്പിൽ 5 ഫാമിലിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. മിക്കവാറും പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വീടിനകത്തും വെള്ളം കയറി താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഭക്ഷണം നമ്മൾ പഞ്ചായത്ത് സപ്ലൈകോയിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പഞ്ചായത്ത് തന്നെ എല്ലാം സപ്ലൈ ചെയ്യുന്നു. അതാത് ക്യാമ്പുകളിലെ ആളുകളെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ലഭ്യമാക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങളും സർക്കാരും ജാഗ്രതയോടെ നിലകൊള്ളുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈക്കം തഹസിൽദാർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും ആരോഗ്യ വിഭാഗവും ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി കാര്യങ്ങൾ വിലയിരുത്തി. ജലനിരപ്പ് ഉയരുന്നതോടെ കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഈ മേഖലയിലുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് തഹസിൽദാർ പറഞ്ഞു. എല്ലാം പഞ്ചായത്തുമായിട്ട് ചേർന്ന് പഞ്ചായത്തിൻ്റെ കൂടെ സഹകരണം ഉറപ്പുവരുത്തിയാണ് ചെയ്യുന്നത്. ഫുഡ് എല്ലാം പഞ്ചായത്തുകാർ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു ഓവറോൾ സൂപ്പർവിഷൻ മാത്രമാണ്. എല്ലായിടത്തും തന്നെ ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെൽത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നു, പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നു. മഴ ഇനിയും കനത്താൽ ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യമാണ് മേഖലയിലുള്ളത്.